അടിപൊളിയല്ലേ? എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ഞാനൊരു പടം കണ്ടു, തമിഴിൽ നിന്നാണ് കേട്ടോ. അസാധ്യ പടം, ഒരു രക്ഷയില്ല, അടിപൊളി പടമാണ് ഗരുഡൻ. നമ്മുടെ ഉണ്ണി മുകുന്ദൻ അഭിനയിച്ച ശശികുമാർ, അതുപോലെ നമ്മുടെ സ്വന്തം സൂര്യയുടെ പറഞ്ഞാൽ അസാധ്യമാണ്. സൂര്യയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അസാധ്യം. ഉണ്ണി മുകുന്ദൻ, പിന്നെ പ്രത്യേകിച്ച് പറയാനില്ലല്ലോ ശശികുമാർ. പുള്ളിയുടേതായിട്ടുള്ള തനി സ്റ്റൈലിൽ തന്നെ ഈ സിനിമയിലും അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിനെ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു വെടിക്കെട്ട് സിനിമ. ഡയറക്ടർ നമ്മുടെ RS ദുരയാണ്. പുള്ളിയുടെ പടങ്ങളൊരു രീതി നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെട്രിമാരനാണ് റൈറ്റിംഗ്. അപ്പം നമുക്കൊരു ഈ സിനിമ കാണുമ്പോൾ തന്നെ ഒരു വടച്ചെന്നൈ ആ രീതിയിലൊക്കെ നമുക്ക് തോന്നും. പക്ഷേ സൂരി ഇത്രയും കോമഡി ചെയ്തിട്ട് ഒരു 2 സിനിമ കൊണ്ട് ഇത്രയും ഒരു സംഭവമായിട്ടൊരു മാറിയൊരു മനുഷ്യൻ. അസാധ്യ ഡയലോഗ് ഡെലിവറി, ആക്ഷൻ സീക്വൻസ്, ഇത്രയും നല്ലവരത്തെ ആക്ഷൻ ചെയ്യുമെന്നുള്ളത് സൂര്യ നമ്മളെ ഒരു ഇത് മാറ്റും. പിന്നെ തമിഴിൽ നമ്മുടെ ഉണ്ണി മുകുന്ദൻ ശോകിക്കുമോ അല്ലെങ്കിൽ എന്നുള്ളത് എല്ലാവരും ഒരു ചോദ്യമാണ്. പക്ഷേ ഉണ്ണി മുകുന്ദൻ തമിഴിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹം, എനിക്ക് തോന്നുന്നു പുള്ളി തന്നെയാണ് ഡബ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഇത് നമുക്ക് വേറൊരാൾ ഡബ് ചെയ്യുമ്പോൾ നമുക്ക് ആ ശബ്ദം കേട്ടുകൊണ്ട് മലയാളത്തിൽ നമ്മൾ കേട്ട് പഴകിയ ശബ്ദമല്ലേ. അപ്പം തമിഴിൽ പുള്ളിക്ക് വേണ്ടി വേറൊരു ഡബ് ചെയ്താൽ നമുക്കത് വേറെ രീതി. പക്ഷേ പുള്ളി തന്നെയാണ് ഡബ് ചെയ്തിട്ടുള്ള അഭിനയം അസാധ്യം. പുള്ളിയൊക്കെ മലയാളത്തിൽ നല്ല അഭിനയിക്കാനൊക്കെ പറ്റും കേട്ടോ. അത് ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അഭിനയിക്കാതിൽ നല്ല കഥാപാത്രങ്ങൾ കിട്ടും, നല്ല ഡയറക്ടർ എടുത്ത് കിട്ടുവാണെങ്കിൽ ഏതൊരു കലാകാരനെയും കലാകാരനാക്കി മാറ്റാൻ പറ്റും. അവരുടെ കഴിവ് പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നതിന് ഉദാഹരണമാണ് ഇപ്പോൾ ഉണ്ണി മുകുന്ദൻ. അതുപോലെ സൂരി, നിങ്ങളിത് കാണണം കേട്ടോ. തിയേറ്ററിൽ തന്നെ പോയി കാണണം. പടം അസാധ്യമാണ്, ഒരു രക്ഷയില്ല. പെർഫോമൻസ് ബേസും ഫൈറ്റ് സീക്വൻസ്, സോങ്, ഇമോഷണലായിട്ട് ആ പടം കുറേ ഭാഗങ്ങളിൽ കണക്ട് ചെയ്യണുണ്ട്. അതൊക്കെ വളരെ ഗംഭീരമാണ്. പിന്നെ വെട്രിമാരൻ്റെ പറയണ്ടല്ലോ, പുള്ളിയാണ് അത് ഡയറക്റ്റും കൂടെ ചെയ്തിരുന്നെങ്കിൽ അത് വേറൊരു ലെവലായി മാറിയേനെ. അസാധ്യ പടമാണ്. നിങ്ങൾ എന്തായാലും ആ സിനിമ തിയേറ്ററിൽ പോയി കാണണം. നമ്മൾ വിചാരിക്കും പോലല്ലോ, ഒരു നല്ല നടന്മാർ ഒരുപാടുണ്ട്. ഇപ്പോൾ തമിഴ് സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ വിജയ്, സൂരി, രജനീകാന്ത്, അതുപോലെ തന്നെ വിക്രം, അങ്ങനെ ഒരുപാട് ആൾക്കാർ. അതുപോലെ ഇങ്ങനെ പറഞ്ഞു വരുമെന്ന് തോന്നുന്നു. ഇപ്പോൾ സൂരി, അവൻ്റെ ആ പടങ്ങളും അതുപോലെ വേറിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല കലാകാരന്മാർ വളർന്നു വരട്ടെ, എല്ലാ സപ്പോർട്ടുണ്ടാകും. എന്നാലും പ്രത്യേകിച്ച് ഉണ്ണി മുകുന്ദൻ ഉള്ളതുകൊണ്ട് ആ സിനിമ നമുക്ക് കുറച്ചും കൂടെ ഇതായി. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ഷെയ്ഡാണ് ചെയ്യണമെങ്കിലും നെഗറ്റീവ് ആണ് അദ്ദേഹത്തിൻ്റെ മെയിൻ എന്ന് വേണമെങ്കിൽ പറയാം. കൊള്ളാം. എന്തായാലും അസാധ്യ പെർഫോമൻസ്, അടിപൊളി സിനിമയാണ്. എല്ലാവരും പോയി കാണുക. ഇത് എൻ്റെ അഭിപ്രായമാണ്. ഞാനൊരു സാധാരണ ഒരു സിനിമ കാണുന്ന ആളാണ്, അല്ലാതെ ഒരുപാട് അങ്ങനെ ഇതായിട്ട് പറയുന്നില്ല. എന്നാലും എല്ലാവർക്കും കണ്ടിരിക്കുക എന്നുള്ള പടമാണ്. എല്ലാം അതിലുണ്ട്. കോമഡിയുണ്ട്, ആക്ഷനുണ്ട്, കഥയുണ്ട്, എല്ലാം ഉണ്ട്. എന്തായാലും ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. എല്ലാവരും പോയി കാണണം. ഓക്കെ, അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിലായിട്ട് കാണാം. ബൈ.